ഹായ് ഫ്രണ്ട്സ്, കണ്ടോ പുഴയിന്ന് ഈ 3 ചിടുക്കുമണിയുടെ അച്ഛൻ പോയി ചൂണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടാ. 3 ചിടുക്കുമണിയുടെ കണ്ടോ, അപ്പൊ ചൂണ്ടിട്ട് കൊണ്ടുവന്നാണ്. എന്റെ ഫ്രണ്ട്സിന്റെ വീടാണ് കണ്ടോ. ആള് പുലിയാണ് കേട്ടോ കണ്ടോ. പിന്നെ കൊറേ പരലുകള് കണ്ടോ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ് അവര് വളരെ സ്നേഹത്തോടുകൂടി തന്ന മീനാണ്. നമ്മളിന്ന് അതാണ് ഫ്രൈ ചെയ്യാൻ പോണത്. കണ്ടോ നല്ല പരലുകള്, ഇതിനൊക്കെ പൂവാലിപ്പരലെന്ന് പറയാം. നന്നാക്കി മോൻ നന്നായിട്ട് തന്നു. കണ്ടോ മോനുണ്ട നന്നാക്കിയ, ഞാനല്ല. ഇതേപോലെ നന്നാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, നേരല്ല. ഇങ്ങനത്തെ കുഞ്ഞു മീനൊക്കെ മോനൊക്കെ ഇങ്ങനത്തെ ചെറിയ മീനൊക്കെ നന്നാക്കും. ഒന്നും കാട്ടി കളഞ്ഞില്ല. കണ്ടോ കാട്ടി കളഞ്ഞില്ല എന്ന് വെച്ചാൽ ചെറിയ മീനാണെങ്കിൽ അതിനെ കാട്ടി കളയാൻ ശ്രമിച്ചില്ല, നന്നാക്കി എടുത്തു. ഇത്രയും ക്ലിയർ ആയിട്ട് നന്നാക്കണമെങ്കിൽ അവനെ സാധിക്കുള്ളൂ. അതായത് മൂത്ത മോനാണ്, പുറത്തുനിന്ന് വന്നവനാണ്. അപ്പൊ അവൻ നന്നാക്കി വെടുപ്പാക്കി നമുക്ക് കരിമീനൊക്കെ വരഞ്ഞ് തന്നു. നമുക്ക് വീട് അതിൽ മസാല പരത്താം. ഓക്കെ, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതൊരു 1.5 ടീസ്പൂൺ ഇടാനുണ്ട്. മഞ്ഞൾ 1 ടീസ്പൂൺ ഉണ്ട്. അതേപോലെ നമുക്ക് കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് കള്ള് മേടിച്ചു. ആ കള്ള് ഇരുന്ന് ചൊറുക്കേ. അപ്പം നമ്മളതാണ് ഒഴിക്കുന്നത്. കണ്ട ചൊറുക്കേ, അതൊരു ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം നമ്മൾ, കാരണം തടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. നന്നായിട്ട് തിളച്ച കുഴപ്പമില്ല വെളിച്ചെണ്ണ, എന്നാലും ഇച്ചിരി വെളിച്ചം കൂട്ടി തിരുമ്മി മസാല പറ്റുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ പറ്റുന്നത് നല്ലതാണ്, ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലേ ഞങ്ങള് സ്ഥിരമായിട്ട് പിടിക്കുന്ന ഓട്ടോറിക്ഷക്കാരനാണ് വേളൂക്കര. ഓട്ടത്തിന് എടുക്കണം. അവന് 3 മക്കളുണ്ട് കേട്ടോ. 3 പെൺകുട്ടികളാണ്. നല്ല മിടുക്കികളാണ്, നന്നായിട്ട് പഠിക്കും. ഏറ്റവും ഇളയ കുട്ടി 2ലാണ് പഠിക്കുന്നത്. ഓരോ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ അവള് നല്ല എല്ലാവരെയും കവർ ചെയ്ത് മുൻപിലെത്തും. അതേപോലെ തന്നെ പഠനകാര്യങ്ങൾക്കും അവർ 3 മക്കളും നല്ല മുൻപന്തിയിലാണ്. അപ്പം അവരുടെ അച്ഛൻ മീനെ പിടിച്ചുകൊടുന്ന് ഇവരിങ്ങനെ മീനൊക്കെ കളിപ്പിച്ച്, ഞങ്ങൾ ചെല്ലുമ്പോൾ കരിമീനെ കളിപ്പിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയത്, ഒത്തിരി പരലുകൾ കണ്ടോ. നമ്മുടെ കരിമീൻ കണ്ടോ തേച്ച് വെച്ചേക്കണത്. നമ്മൾ പിലോപ്പിനൊക്കെ ഇങ്ങനെ വറുത്ത് ഫ്രൈ ചെയ്ത് ഞങ്ങളെ പറ്റിക്കും. ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോഴില്ലേ കരിമീനാന്നും പറഞ്ഞു. നമുക്കതറിയില്ലല്ലോ. ഇതിപ്പോ ശരിക്കും നമുക്ക് കിട്ടി. നല്ല നല്ല മീനുകള്. ഇന്ന് ഇതിനെ വറുത്ത് പരിച്ചങ്ങോട്ട് തിന്നും ചോറിന്. മൂത്തപ്പോന് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പൊടിച്ചു മീനാണെങ്കിലും മീൻ്റെ സ്പെഷ്യലാണ്. മീൻ കിട്ടിയാണെങ്കിൽ ചോറൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പൊ ഇപ്പൊ ഒന്നിനും ചൂണ്ടയ്ക്കൊന്നും അവനെ വിടുന്നില്ല, കല്യാണത്തിരക്കിലല്ലേ. അത് കാരണം കല്യാണമായിട്ട് വന്ന എന്താണ് അപ്പൊ ഞാൻ ക്ഷണിക്കാൻ പോയി. അവിടുന്ന് കിട്ടി ചൂണ്ട മീനാണ് കേട്ടോ. നല്ല പരലാണ്, നമുക്ക് ഫ്രഷായിട്ട് കിട്ടിയതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നിവനെ വറുത്ത് പൊരിക്കും. മീൻ അങ്ങനെ വറക്കാൻ പോണിട്ടാ. കരിമീനാണ് മുന്നിടാൻ പോകുന്നത്. നമുക്ക് ചെറുമീനുകളൊക്കെ സൈഡിൽ അലങ്കരിച്ചിടാട്ടോ. അലങ്കരിച്ചിരുന്നു നമ്മുടെ പരലുകള്. പരല്
പൂവാലിപ്പരടി ഇന്നലെ നേരത്തെ വെള്ളത്തിലാണല്ലോ. അപ്പൊ നമ്മളിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ കയറ്റി മീനെ വറക്കണം. പാവം ഇന്നലെ നേരത്ത് മണിച്ചേട്ടൻ്റെ പാട്ട് നല്ല അർത്ഥമായ വാക്കുകളാണ്. മനുഷ്യൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്റ്റഡിയാക്കി ഇടണം. കുറച്ച് സമയം പിടിക്കും ഫ്രൈ പാൻ നിറഞ്ഞ് കിട്ടണമെങ്കിൽ. ഇപ്പൊ നല്ല മഴയൊക്കെ പെയ്താൽ പുഴയിൽ ഒത്തിരി മീനുകളുണ്ട്. നല്ല നല്ല മീനുകളും ഡാമൊക്കെ തുറന്നിടുമ്പോൾ നല്ല വലിയ മീനുകളൊക്കെ ആൾക്കാർ ചൂണ്ടിയിട്ട് പിടിക്കണം. അങ്ങനെയൊക്കെ ആൾക്കാർ ചൂണ്ട ചെല്ലുകൊണ്ടൊക്കെ ആയിട്ട് പോകാറുണ്ട് കേട്ടോ. ഒത്തിരി മീനൊക്കെ കിട്ടാറുണ്ട്. അവർ പൈസക്ക് കൊടുക്കും. മഞ്ഞക്കൂരിയൊക്കെ ഒത്തിരി കിട്ടിയിരുന്നു ഞങ്ങളുടെ ആൾക്കാർ ചൂണ്ടയ്ക്ക് പോയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ ആരും ചൂണ്ടയിട്ട് കൊണ്ടുവരാനില്ല. എന്നാലും കല്യാണം വിളിക്കാൻ പോയപ്പോൾ നമുക്ക് ലക്കിന്ന് കിട്ടിയതാണ് കേട്ടോ. കരിമീനൊക്കെ അങ്ങനെ ഇന്ന് മേടിക്കാറില്ല കരിമീനൊന്നും. അപ്പൊക്കെ ആയിട്ടില്ല. കരിമീനൊക്കെ നല്ല വിലയല്ലേ. അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ നിറഞ്ഞു. നമ്മുടെ മീനെ മറച്ചിട്ട് കരിമീൻ അങ്ങനെ നല്ല സ്റ്റൈലിൽ വെന്തുകൊണ്ടിരിക്കുന്നു. പരലുകളൊക്കെ മറച്ചിട്ട് അവരൊക്കെ വേഗമായി വിളിച്ച് ഇറക്കാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കരിമീൻ മറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത്ര കൂടി മറക്കാനുള്ളൂ. കൂടിയില്ല പരലുകൾ, കുഞ്ഞി പരലുകൾ. ഇതിൻ്റെ സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടില്ല. ഇന്നത്തെ വോയിസ് റെസ്റ്റ് പറഞ്ഞിട്ട് നമ്മളധികം റെസ്റ്റ് ഒന്നും എടുക്കത്തില്ലല്ലോ. വോയിസ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. നമ്മുടെ വെന്ത് ഇറങ്ങട്ടെ. അങ്ങനെ നമ്മുടെ മീനൊക്കെ വെന്ത് റെഡി ആയിട്ടാ. നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്തു. എന്താ വെളിച്ചെണ്ണയൊക്കെ വറ്റി കറക്റ്റായിരുന്നു നമുക്ക് വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പം നമ്മുടെ കരിമീൻ ഫ്രൈ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടെങ്കിൽ വളരെ വിലപ്പെട്ടതാണ്. കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോകളൊക്കെയാണ് വരാൻ പോണേ. കല്യാണം മനസ്സമ്മതാണ് ഈ ശനിയാഴ്ച. അപ്പം എനിക്ക് കുറച്ച് പേരുടെ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് പേരുടെ നമ്പറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.